ഹായ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പം വേറൊന്നുമല്ല, ഇതിനെപ്പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതെന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ ഞാനൊരു ഇടയ്ക്കൊരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടവരെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഒന്നുമില്ല, നമുക്ക് റൂമിൽ ചെറിയ ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, കാണാമോ? ഈ ലാപ്ടോപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പം മോണിറ്റർ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ മോണിറ്റർ ആയിരുന്നു. അപ്പം ഇച്ചിരി എന്തോ പറഞ്ഞിട്ട് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് ലാപ്പിലിട്ട് നമ്മൾ കാണുമായിരുന്നു. അപ്പം ലാപ്പിലിട്ട് കാണുമ്പോഴത്തേക്കും ദൂരെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ കണ്ണിങ്ങനെ സ്ട്രെയിൻ ചെയ്തൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപോകണം. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചു നമുക്ക് അപ്പം ഇവിടെ ചേട്ടൻ വന്നിട്ടൊരു ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം, കളർ ഗ്രേഡിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്റർ വേണം. അപ്പം ചെറിയൊരു എന്തോ പറയുക, ഒരു 27 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരെണ്ണം എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ആയിട്ടുണ്ട്. അങ്ങനെയായിരുന്നപ്പോഴാണ് നമുക്ക് ഒരു 32 ഇഞ്ചിൻ്റെ ഒരു ഇച്ചിരി വലുതെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, TV കാണുന്ന പോലെ സിനിമയും കാണാം. പൊതുവെ നമ്മൾ സാറ്റർഡേ നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സിനിമ ആയിട്ട് കാണാം. പിറ്റേ ദിവസം പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം സാറ്റർഡേ നൈറ്റ് ഇല്ല, സോറി, വെള്ളിയാഴ്ച രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സിനിമ കാണും ഇങ്ങനെ പൊതുവെ. ഇപ്പം നമ്മൾ ഈ ആമസോണിലെ ആമസോൺ നമ്മുടെ ഇതുണ്ടല്ലോ, അവതാർ ഇറങ്ങിയപ്പോൾ തൊട്ട് OTT റിലീസായപ്പോൾ തൊട്ടേ നമുക്ക് വലിയ സ്ക്രീനിൽ കാണണം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. സിനിമ കാണാനായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ലാത്തത് കൊണ്ടിട്ട്. ഇനിയിപ്പം ഏതാ സ്പൈഡർമാൻ ഇറങ്ങുമ്പോൾ കാണാനായിട്ട് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഇതൊന്ന് കാണാനായിട്ട് വലിയൊരെണ്ണം വേണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മളെ വിചാരം, നമ്മളത് കിട്ടണം എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടി നമുക്കത് കിട്ടാൻ സമയമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടാനായിട്ട് ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉള്ളിലേക്ക് തന്നെ അട്രാക്റ്റ് ആയി വരും എന്ന് പറയത്തില്ലേ. ആ സംഗതി തന്നെ നമുക്കും സംഭവിച്ചു. നമുക്ക് എല്ലാ രീതിയിലും നമുക്കൊരെണ്ണം അത്യാവശ്യമായത് ഇരിക്കട്ടെ വെച്ചാൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന ടൈമിൽ തന്നെയാണ് ഇത് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെടുക്കാൻ പോയ കഥയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വല്ലാത്ത കഥയാണ്. നമ്മൾ ഓൺലൈൻ പർച്ചേസിൻ്റെ റേറ്റ് നമ്മൾ ആദ്യം നോക്കി, ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട്. അപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴത്തേക്കുള്ള റേറ്റ് ഏകദേശം അങ്ങനെ നോക്കിയാലും ഒരു എന്തോ പറയാനുണ്ട്, ഒരു 16, 15 ആ ലെവലൊക്കെ തൊട്ടുണ്ട് നോക്കിയപ്പോഴും. അപ്പോൾ നമ്മൾ 32-ൻ്റെ LGയുടേതാണ് ഈ തൊട്ട് ബാക്കിയിരിക്കുന്ന ഈ ഒരെണ്ണം മേടിച്ചത്. അപ്പം നമ്മൾ അതിന് മുമ്പ് വിചാരിച്ചു ഇച്ചിരി കടകളിൽ ചെന്ന് നോക്കി നോക്കാം. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കടകളുണ്ടല്ലോ, നമ്മുടെ ഹോം അപ്ലയൻസിൻ്റെ, ഞാൻ കടയുടെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് കടകളിൽ നമ്മൾ പോയി. അവിടെ ഇത്രയും വലിയ ഓഫർ വന്നിട്ടുണ്ട്, ഇവിടെ മറ്റേ ഓഫറുണ്ട്, നിങ്ങൾക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പോയി. നമ്മൾ ചെന്നപ്പം ഓൺലൈനിൽ നമ്മൾ കണ്ട 16, 17 റേഞ്ചിൻ്റെ അകത്തുള്ള സാധനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അത് 19 ആവുന്നു, 20 ആവുന്നു. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ റേറ്റ് കൂടി കൂടി കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കണ്ടത്. മിക്ക സ്ഥലത്തും നമ്മൾ ഒരു കടയിൽ നിന്ന് അറിയും, മറ്റൊരു കടയിൽ ചെല്ലും തോറും അവിടെ 500 രൂപ, 2000 രൂപ വരെ കൂടുതലായിട്ടുള്ള 3 കടകൾ കണ്ടു. അപ്പം ഇത് കണ്ടപ്പോൾ നമ്മൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ നമ്മൾ ഇച്ചിരി ഇതായിട്ടുള്ള എല്ലാ കടകളിലും പോയപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ വിചാരിച്ചു അതിനെക്കാട്ടി നല്ലത് തന്നെയാണ് ഓൺലൈനിൽ മേടിക്കും, ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനാണ് ബെറ്റർ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 2K റെസൊല്യൂഷൻ വരുന്ന ഒരു മോണിറ്റർ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആമസോണിൽ തന്നെയാണ്. നമ്മൾ 16,300 സംതിങ് പറഞ്ഞ സംഗതി ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ എടുത്തതാണ്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ ഇതേപോലത്തെ മോണിറ്ററൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വിചാരിച്ചു ബിഗ് ബില്യൺ ഡേ ഉണ്ടല്ലോ, അതുവരെയാണെങ്കിൽ വില കുറഞ്ഞെടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അതുവരെ പോയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പം തന്നെ അങ്ങ് എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 16,300 ആണെന്ന് തോന്നുന്നു. അതായത് ഈ വില കുറഞ്ഞിട്ട് കിട്ടിയതാണോ, അതിനെക്കാട്ടി കൂടുതലുണ്ടാകും, അതെനിക്കറിയാം, ചേട്ടനാണ് പേരൊക്കെ അറിയുന്നത്. എന്തായാലും 16,300 സംതിങ് എടുപ്പിച്ചായിട്ട് ഈ സംഗതി തീർത്തിട്ടുണ്ട്. ആമസോണിൽ നമ്മൾ റെഡി ക്യാഷ് ആയിട്ട് പർച്ചേസ് ചെയ്തു. സാധനം വീട്ടിൽ ഇതാ വന്നിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്തോ പറയണ്ടേ, കളർ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷെ അതൊക്കെ അത് വഴിക്ക് നടക്കുന്നുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ഓർമ്മ നമ്മുടെ സിനിമയും കാര്യങ്ങളൊക്കെ അത് ഇതുവഴി തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മേടിക്കുകയാണെങ്കിൽ ചിലതൊക്കെ ഓൺലൈനിൽ മേടിച്ച് പ്രശ്നമാകുന്ന സംഗതികളുണ്ട്, നമുക്കറിയാം. പക്ഷെ നമ്മൾ വെളിയിലുള്ളൊരു കടയിൽ പോയി പണി കിട്ടി, അല്ലെങ്കിൽ എന്തു പറയട്ടെ റേറ്റ് കൂടുതലാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. ഓക്കെ, അപ്പം വേറൊന്നുമില്ല, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സംഗതി മേടിച്ചപ്പോഴത്തേക്കും
ഇടണമെന്ന് തോന്നി ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പം ഇത് മാത്രമല്ല, ഇതിന്റെ പിറകെ വാങ്ങിച്ച കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു എഡിറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത് കൊണ്ടിട്ട് കുറച്ച് ഓഫീസ് അവിടുത്തെ സ്റ്റുഡിയോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും വർക്കുകൾ റീൽസ് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റേഴ്സോ എന്തെങ്കിലുമൊക്കെ കാണും, വെഡിങ്ങിൻ്റെതോ അല്ലെങ്കിൽ നൂലുകെട്ടോ അങ്ങനെയൊക്കെ തുടങ്ങിയ കുറച്ച് സംഗതികളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ വരുന്ന വർക്കുകൾ വരും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്ത് വീട്ടിലും കൂടി ഒന്നിരുന്ന് ചെയ്യാം, നമുക്ക് ചെറിയൊരു ഇൻകം എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതും കൂടെ നോക്കിയത്. അങ്ങനെ വീട്ടിലേക്ക് വേണ്ടി ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് തട്ടിക്കൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തു തുടങ്ങിയതാണ്. ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കിയത്, ഇതിലേക്ക് വെക്കേണ്ട 2-3 ഐറ്റംസ് ഉണ്ട്. അറിയാമല്ലോ, എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിന്റെ എഡിറ്റിങ്ങിന് വേണ്ടി നിൽക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, സൗണ്ട് കാര്യങ്ങൾ അതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട്, അതിന്റെ ബീറ്റ് സൗണ്ട് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ എന്താ പറയാനായിട്ടൊരു നമ്മുടെ ഒരു ഹെഡ്സെറ്റ്, ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ഹെഡ്ഫോൺ, അത് ഒന്ന് നന്നായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് അതും ഇതും തമ്മിൽ നോക്കിയപ്പോഴത്തേക്കും സൂട്ട് ആവുന്നില്ല, സൗണ്ട് പ്രശ്നങ്ങളൊക്കെ ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തൊരു ഒരു പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അതിന്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം എന്താണെന്ന്. അതിന്റെ ഒരു ചെറിയ റീലും ഞാൻ ഇട്ടുതരാം. ഓക്കെ, നമുക്ക് പൈസ പോയി വന്ന് കളിച്ച് ലാഭം പോകുന്നതും പൈസ പോകുന്നതും അടുത്ത ആർക്കും എടുത്ത് അബദ്ധം പറ്റാതിരിക്കാനും കൂടിയിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് എന്താ പറയണ്ടത്, ലാഭകരമായിരുന്നു ഈ ഒരു കച്ചവടത്തിൽ നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. പിന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.